നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ SCERT പാഠഭാഗങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള പദങ്ങളും അവയുടെ അർത്ഥവുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് തുടങ്ങാം. ഇമ്പം അല്ലെങ്കിൽ മോദം എന്നീ പദങ്ങളുടെ അർത്ഥം സന്തോഷം എന്നാണ്. ഇമ്പം, മോദം തുടങ്ങിയ പദങ്ങളുടെ അർത്ഥം സന്തോഷമാണ്. തമാലവനം എന്താണ്? തമാലവനം എന്ന് വെച്ചാൽ ഇരുണ്ട കാട് എന്നാണ്. തമാലവനം, ഇരുണ്ട കാട്. വനം എന്താ? കാടാണ്. തമാലവനം, ഇരുണ്ട കാട്. ചൊരുകിറ എന്താ? ചൊരുകിറ എന്ന് പറഞ്ഞാൽ ചൊരിയുന്ന എന്നർത്ഥമാണ് ചൊരുകിറ എന്ന വാക്കിന്. പടുതി, പടുതി എന്നാൽ കിടപ്പ്. അത് നോക്കുക, ശ്രദ്ധിക്കുക. പടുതി, തീ, അത് കിടപ്പ്. പടുതീ, തീ വരുമ്പോൾ അത് കാട്ടുതീയാണ്. കൂജനം, കൂജനം പക്ഷികളുടെ ശബ്ദത്തിനെയാണ് കൂജനം എന്ന് പറയുന്നത്. കൽമുടി, കൽമുടി എന്നാൽ രത്നകിരീടം എന്നാണ് അർത്ഥം. ഉദ്യമം എന്താണ്? ഉദ്യമം പരിശ്രമം. നാഗം, നാഗം എന്താണ്? സ്വർഗം. ഇവിടെ കായാണ് നാഗം. മറിച്ച് നാഗം ആണെങ്കിലോ? നാഗമാണ് പാമ്പ്, സർപ്പം എന്നൊക്കെ പറയുന്നത്. ഇത് നാഗം ആണ്. നാഗം സ്വർഗം. കന്തളം, കന്തളം എന്നാൽ മുകുളം, മൊട്ട്, ഇതൊക്കെയാണ് കന്തളത്തിൻ്റെ അർത്ഥം. കലമ്പുക, കോപിക്കുക. മഞ്ജുഭൂഷ എന്താണ്? അലങ്കാരം, അതിനെയാണ് മഞ്ജുഭൂഷ എന്ന് പറയുന്നത്. പുരുഷാരം, പുരുഷാരം എന്നാൽ ആൾക്കൂട്ടം. നമുക്കൊന്നും കൂടി നോക്കാം. ഇമ്പം, മോദം ഇവയുടെ അർത്ഥം സന്തോഷമാണ്. തമാലവനം, ഇരുണ്ട കാട്. ചൊരുകിറ, ചൊരിയുന്ന. പടുതി, കിടപ്പ്. പടുതീ, കാട്ടുതീ. കൂജനം, പക്ഷികളുടെ ശബ്ദം. കൽമുടി, രത്നകിരീടം. ഉദ്യമം എന്താണ്? പരിശ്രമം. നാഗം, സ്വർഗം. കന്തളം എന്നാൽ മുകുളം, മൊട്ട് എന്നൊക്കെയാണ്. കലമ്പുക, കോപിക്കുക. മഞ്ജുഭൂഷ എന്നാൽ അലങ്കാരം. പുരുഷാരം എന്നാൽ എന്താ? പുരുഷാരം എന്നാൽ ആൾക്കൂട്ട്. അനർഗളം, അനർഗളം എന്നാൽ തുടർച്ചയായി എന്നർത്ഥമാണ്. അനർഗളം, തുടർച്ചയായി. അനുസ്യൂതം, അതും തുടർച്ചയായി ആണ്. അനർഗളം, അനുസ്യൂതം, രണ്ടിൻ്റെ അർത്ഥം എന്താണ്? തുടർച്ചയായി. ആരവം എന്താണ്? ആരവം ശബ്ദം. കുംഭം, കുംഭം കുടം. മഹീതലം എന്നാൽ ഭൂമി. ഉത്തുംഗം എന്നാൽ ഉയർന്നത്. ശൃംഗം എന്താണ്? പർവ്വതം. പത്തനം, പത്തനം എന്നാൽ പട്ടണം. പങ്ക്തി, പങ്ക്തി എന്നാൽ കൂട്ടം. അച്ചസ്ഫടികം, കണ്ണാടി പോലെ. സ്വച്ഛം, സ്വച്ഛം എന്നാൽ ശാന്തം. പിട്ട്, പിട്ടെന്നാൽ കള്ളം. ശിഥിലം, തകർന്നത്. ഇതെല്ലാം SCERT പാഠഭാഗങ്ങളിലുള്ള വാക്കുകളാണ് കേട്ടോ. 5ാം ക്ലാസ് മുതലുള്ള പാഠഭാഗങ്ങളിൽ നിന്നെടുത്ത വാക്കുകളാണിതെല്ലാം. അനർഗളം എന്നാൽ തുടർച്ചയായി. അനുസ്യൂതം, അതും തുടർച്ചയായി. ആരവം എന്നാൽ ശബ്ദം. കുംഭം, കുടം. മഹീതലം എന്നാൽ ഭൂമി. ഉത്തുംഗം, ഉയർന്നത്. ഉത്തുംഗ ശൃംഗം എന്ന് കേട്ടിട്ടില്ലേ? അത് ശൃംഗം എന്നാൽ പർവ്വതം, ഉത്തുംഗം എന്നാൽ ഉയർന്നത്. പത്തനം, പത്തനം എന്നാൽ പട്ടണം. പങ്ക്തി എന്നാൽ കൂട്ടം. അച്ചസ്ഫടികം, കണ്ണാടി പോലെ. സ്വച്ഛം എന്ന് വെച്ചാൽ ശാന്തം. പിട്ടെന്നാൽ എന്താണ്? പിട്ടെന്ന് വെച്ചാൽ കള്ളം. ശിഥിലം എന്ന് വെച്ചാൽ തകർന്നത്. രൂഢമൂലം, രൂഢമൂലം എന്നാൽ വേരുറച്ചത്. താവകം, നിൻ്റെ. മാമകം, എൻ്റെ. ആനദാസ്യം, താഴ്ത്തിയ മുഖത്തിനെയാണ് ആനദാസ്യം എന്ന് പറയുക. അമേയം, അളവില്ലാത്ത. സ്വകീയം, സ്വന്തമായത്. സ്തംഭം, സ്തംഭം എന്നാൽ തൂണ്. ക്രീഡ, ക്രീഡ എന്നാൽ കളി. സരസ്, നളിനി എന്നൊക്കെ പറഞ്ഞാൽ പൊയ്ക. ഹൃദന്തം എന്താണ്? ഹൃദന്തം ഉള്ള്. കാമ്യം, ആഗ്രഹിക്കാത്തത്. വിൺമങ്ക എന്താണ്? അപ്സരസാണ് വിൺമങ്ക. പ്രതിപത്തി എന്നാൽ ഇഷ്ടം. എന്തൊക്കെയാണ്? രൂഢമൂലം, വേരുറച്ചത്. താവകം, നിൻ്റെ. മാമകം, എൻ്റെ. ആനദാസ്യം, താഴ്ത്തിയ മുഖം. അമേയം, അളവില്ലാത്ത. സ്വകീയം, സ്വന്തമായത്. സ്തംഭം, തൂണ്. ക്രീഡ എന്നാൽ കളി. സരസ്, നളിനി എന്നാൽ പൊയ്ക. ഹൃദന്തം, ഉള്ള്. നളിനി എന്നാൽ താമര പൊയ്ക എന്നുണ്ട് കേട്ടോ. ഹൃദന്തം, ഉള്ള്. കാമ്യം, ആഗ്രഹിക്കാത്തത്. വിൺമങ്ക, അപ്സരസ്. പ്രതിപത്തി, പ്രതിപത്തി എന്നാൽ ഇഷ്ടം. ശ്വേതം, ശ്വേതം എന്നാൽ വെളുപ്പെന്നാണ്. ശ്യാമം എന്നാൽ കറുപ്പെന്നാണ്. ശ്വേതം വെളുപ്പ്, ശ്യാമം കറുപ്പ്. അരുണം ചുമപ്പ്,
പീതം മഞ്ഞ. ശ്വേതം, ശ്വേതം വെളുപ്പാണ്. ശ്യാമം, ശ്യാമവർണ്ണൻ. ശ്യാമം എന്താണ്? ശ്യാമം കറുപ്പാണ്. അരുണം, അരുണകിരണം എന്നൊക്കെ പറയില്ലേ, അരുണം ചുവപ്പ്. പീതം എന്താണ്? പീതാംബരൻ. പീതം മഞ്ഞപ്പട്ട്, മഞ്ഞ എന്നാണ് പീതത്തിനർത്ഥം. ശീതം എന്നാൽ തണുപ്പാണ്. ഉൽക്കടം എന്താണ്? വർദ്ധിച്ച. കറ്റൻ കറുത്തവൻ. സാർത്ഥകം എന്നാൽ അർത്ഥത്തോടു കൂടിയത്. നിസീമം അതിരില്ലാത്തത്. ത്രസിക്കുക, ത്രസിക്കുക എന്നാൽ ഭയക്കുക. തിരപ്പം എന്താണ്? തിരപ്പം ചങ്ങാടം. പടലം, പടലം എന്ന് വെച്ചാൽ കൂട്ടം എന്നാണ്. നമ്മൾ വാഴപ്പഴത്തിൻ്റെയൊക്കെ പടല എന്നൊക്കെ പറയാറില്ലേ, പടലം കൂട്ടം. വേദിയന്മാർ എന്നാൽ ബ്രാഹ്മണന്മാർ എന്നാണ് അർത്ഥം. എന്തൊക്കെയാണ്? ശ്വേതം എന്നാൽ വെളുപ്പ്, ശ്യാമം എന്നാൽ കറുപ്പ്, അരുണം ചുമപ്പ്, പീതം, അരുണം ചുവപ്പ്, പീതം മഞ്ഞ. ശീതം എന്നാൽ തണുപ്പ്, ഉൽക്കടം വർദ്ധിച്ച, കറ്റൻ കറുത്തവൻ, സാർത്ഥകം അർത്ഥത്തോടു കൂടിയത്, നിസീമം അതിരില്ലാത്തത്, ത്രസിക്കുക ഭയക്കുക. തിരപ്പം എന്താണ്? ചങ്ങാടം. പടലം എന്നാൽ കൂട്ടം. വേദിയന്മാർ എന്നാൽ ബ്രാഹ്മണന്മാർ. നിവൃത്തി, തൃപ്തികരമായ എന്നർത്ഥമാണ് നിവൃത്തിക്കുള്ളത്. സന്നാഹം, സന്നാഹം എന്നാൽ ഒരുക്കം. നിസ്സംഗൻ എന്താണ്? ഒന്നിനോടും താല്പര്യമില്ലാത്തവനാണ് നിസ്സംഗൻ. അനുയാത്ര, കൂടെ യാത്ര ചെയ്യലാണ് അനുയാത്ര. കനവ് എന്നാൽ സ്വപ്നം എന്നാണ് അർത്ഥം. അപ്പം നിവൃത്തി തൃപ്തികരമായത്, സന്നാഹം ഒരുക്കം, നിസ്സംഗൻ ഒന്നിനോടും താല്പര്യമില്ലാത്തവൻ. നിസ്സംഗത എന്താ? ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥയാണത്. അനുയാത്ര എന്നാൽ കൂടെ യാത്ര ചെയ്യൽ. കനവെന്നാൽ സ്വപ്നം. ഇതെല്ലാം SCERT പാഠഭാഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥവുമാണ്. ആവർത്തിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ഒരു പ്രാവശ്യം കേട്ടിട്ട് ഇത് തന്നെ ഒന്നും കൂടി കേട്ട് നോക്കുക. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം.